വൈറസ് ബാധിച്ച് ഒരു കൂട്ടം സോംബികൾ പെൺകുട്ടിയെ പിന്തുടരുന്നു. സഹപാഠികൾ അവളെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് അവൾ ക്ലാസ് മുറിയുടെ വാതിലിൽ മുട്ടുന്നു. എന്നിരുന്നാലും അവളുടെ സഹപാഠി അവളുടെ സ്കൂൾ ബാഗ് തട്ടിയെടുത്ത് ക്ലാസ് റൂമിന്റെ റൂം പൂട്ടുന്നു. പെൺകുട്ടി ദേഷ്യത്തോടെ വാതിലിൽ മുട്ടുന്നു. ഈ സമയം രോഗബാധിതർ സംഭവ സ്ഥലത്തേക്ക് കടക്കുന്നു. വൈറസ് ബാധിച്ചവർ അവളെയും കടിക്കുമെന്നൊരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു യുവാവ് അവളുടെ അടുത്തേക്ക് വന്ന സോംബികളെയെല്ലാം ചവിട്ടി വീഴ്ത്തുന്നു. പെൺകുട്ടിയുടെ നേരെ അയാൾ കൈനീട്ടി. അവൾ ആവേശത്തോടെ അയാളെ കെട്ടിപ്പിടിച്ചു. എന്നെ രക്ഷിച്ചതിന് അയാളോട് നന്ദി പറയുന്നു. അതിനുശേഷം അയാളുടെ മുഖം വ്യക്തമായി നോക്കിയപ്പോൾ അയാളും ഒരു രോഗബാധിതനാണെന്ന് പെൺകുട്ടി കണ്ടെത്തി. പെൺകുട്ടി ഉടൻ തന്നെ ഭയന്ന് നിലവിളിച്ചു. തന്റെ കൈവശമുള്ള ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അയാളെ ഓടിക്കാൻ അവൾ ആഗ്രഹിച്ചു. ആ മനുഷ്യൻ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ കൈവശമുണ്ടായിരുന്ന ഒരു കളിപ്പാട്ട തോക്കെടുത്ത് അയാളുടെ നേരെ പ്രയോഗിക്കുന്നു. എന്നിരുന്നാലും ഈ വിദ്യ പുരുഷനെ ഓടിക്കാൻ പ്രയോജനപ്പെട്ടതുമില്ല, അവനെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നു. അയാൾ പെൺകുട്ടിയെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്നു. പെൺകുട്ടി ഉണർന്നപ്പോൾ തനിക്ക് അണുബാധയില്ലെന്ന് കണ്ട് അവൾക്ക് സന്തോഷമായി. ഈ സമയം ബാത്ടബിലിരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് യുവാവ് വന്നു. പൈപ്പ് തുറന്നു വിട്ടതിന് ശേഷം ഒരു ടവൽ കൊണ്ട് അവളുടെ ശരീരം വൃത്തിയാക്കുന്നു. പെൺകുട്ടി വിചാരിച്ചു വൃത്തിയാക്കിയതിനു ശേഷം അവളെ അയാൾ കഴിക്കാൻ പോവുകയാണെന്ന്. എന്നാൽ നേരിട്ട് തന്നിൽ അണുബാധ ഉണ്ടാക്കരുതെന്ന് പെൺകുട്ടി അയാളോട് അപേക്ഷിക്കുന്നു. എന്നാൽ യുവാവ് അവളെ കടിക്കുന്നതിന് പകരമായി അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. അടുക്കളയിലുള്ള കത്തികൾ കണ്ട് അവൾ വല്ലാതെ ഭയന്നു പോകുന്നു. ഉടൻ തന്നെ അവൾ അയാളോട് കരുണയ്ക്കായി അപേക്ഷിച്ചു. ഈ സമയം പെൺകുട്ടിയുടെ അയാൾ വിശക്കുന്നു എന്ന് പറയുന്നു. തന്നെ കടിക്കുമോ എന്ന് ഭയന്ന് തനിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാമെന്ന് അവൾ പറയുന്നു. തുടർന്ന് അവൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ നിറയെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇരിക്കുന്നതായി കാണപ്പെട്ടു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ യുവാവ് അവളുടെ കയ്യിലുള്ള ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ പാക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് തനിക്ക് മാംസം കഴിക്കാൻ തോന്നുന്നു എന്ന് പെൺകുട്ടിയോട് പറയുന്നു. എന്നിരുന്നാലും പെൺകുട്ടി ദേഷ്യത്തോടെ അയാളോട് പറയുന്നു, ഇവിടെ മറ്റ് ചേരുവകളൊന്നുമില്ല, അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. അടുത്ത നിമിഷം യുവാവ് പെൺകുട്ടിയെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. സൂപ്പർ മാർക്കറ്റിലെ രോഗബാധിതരായ ആളുകൾ ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. പെൺകുട്ടി ഉടൻ തന്നെ ഭയന്ന് നിലവിളിച്ചു. യുവാവ് ഉടൻ തന്നെ അവളുടെ കൈപ്പത്തിയിൽ രക്തം പടർത്തി. രോഗബാധിതരായ ആളുകൾ പെൺകുട്ടിയെ സമീപിക്കുന്നത് നിർത്തി. ആ യുവാവ് രോഗബാധിതരുടെ നേതാവാണെന്ന് പെൺകുട്ടിക്ക് പിന്നീട് മനസ്സിലാവുന്നു. സൂപ്പർ മാർക്കറ്റിലെ ആഹാര സാധനങ്ങൾ കണ്ടപ്പോൾ പെൺകുട്ടി വളരെയധികം സന്തോഷവതിയാവുന്നു. ഷോപ്പിംഗ് കാർട്ട് നിറയെ പെൺകുട്ടി ലഘുഭക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. പെൺകുട്ടി അയാളോട് പേരെന്താണെന്ന് ചോദിക്കുന്നു. ഈ പരിചിതമായ ചോദ്യം കേട്ടപ്പോൾ 10 വർഷം മുമ്പ് അയാളും പെൺകുട്ടിയും തമ്മിൽ കണ്ടുമുട്ടിയ രംഗങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. 10 വർഷമായി അയാൾ ആ പെൺകുട്ടിയെ രഹസ്യമായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായി ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എന്നും അയാളുടെ പെൻഡന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം മുമ്പ് അയാൾക്ക് വൈറസ് ബാധിക്കുന്നു. ഭാഗ്യവശാൽ അയാൾ സ്വബോധം വീണ്ടെടുക്കുന്നു. അയാളുടെ പേര് കേട്ടിട്ടും പെൺകുട്ടിക്ക് അയാളെ ഓർമ്മ വന്നില്ല. അതിനുശേഷം യുവാവിനോട് അവൾ മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. സ്ത്രീകളുടേതായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുന്നു. പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന് കണ്ട് അവളുടെ ബാഗ് മോഷ്ടിച്ച സഹപാഠി അവളുടെ വാ പൊത്തി അയാളുടെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കുന്നു.